കരുനാഗപ്പള്ളി നഗരസഭയുടെ നേതൃത്വത്തിൽ കായൽ പുറമ്പോക്കിലെ റവന്യൂ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങി. പള്ളിക്കലാർ, കന്നേറ്റിക്കായൽ, വട്ടക്കായൽ എന്നിവയുടെ തീരത്തുള്ള റവന്യൂ പുറമ്പോക്കിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾക്കാണ് തുടക്കമായത്. കരുനാഗപ്പള്ളി നഗരസഭയുടെ അതിർത്തി പങ്കിടുന്ന പള്ളിക്കലാർ, കന്നേറ്റിക്കായൽ, വട്ടക്കായൽ എന്നിവയുടെ തീരത്തുള്ള റവന്യൂ പുറമ്പോക്കിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾക്കാണ് തുടക്കമായത്. കായൽ തീരങ്ങളിലെ റവന്യൂ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തി അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. കന്നേറ്റിപ്പാലം മുതൽ തൈക്കോട്ടുള്ള ഭാഗത്ത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന നടപടികൾ റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. കായലിനോട് ചേർന്ന് ഇതിനകം 1/2 ഏക്കറിലധികം പുറമ്പോക്ക് ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞതായി നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ഡെപ്യൂട്ടി തഹസീൽദാർ ബി സജീവ് അറിയിച്ചു. ബന്ധപ്പെട്ട കായൽ കയ്യേറ്റം, അതോടൊപ്പമുള്ള റവന്യൂ പുറമ്പോക്ക് കയ്യേറ്റം എന്നിവ തിട്ടപ്പെടുത്തുന്നതിനുള്ള പ്രോഗ്രാമാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ നടക്കുന്നത്. കരുനാഗപ്പള്ളി എല്ലാർ താമസക്കാരുടെ നേതൃത്വത്തിലാണ് ഈ വർക്ക് നടക്കുന്നത്. ഈ വീട് വെച്ച് താമസിക്കുന്ന ആളുകൾ അടിയന്തരമായി അയണിവേലിക്കുളങ്ങര വില്ലേജ് ഓഫീസറെ കണ്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട, അയണിവേലിക്കുളങ്ങര വില്ലേജ് ഓഫീസറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നും നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. ആദ്യഘട്ട സർവേ നടപടികൾ 2 ദിവസത്തിനകം പൂർത്തിയാകും. തുടർന്ന് അളന്ന് തിട്ടപ്പെടുത്തിയ പുറമ്പോക്ക് ഭൂമി കല്ലിട്ട് വേർതിരിക്കും. കരുനാഗപ്പള്ളി നഗരസഭയുടെ ആവശ്യപ്രകാരമാണ് പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുന്ന നടപടികൾ ആരംഭിച്ചത്. കായലോരത്ത് ലഭിക്കുന്ന ഭൂമി ഉപയോഗപ്പെടുത്തി പ്രഭാത നടത്തക്കാർക്കായി ഫുട്പാത്തും ടൂറിസം സാധ്യതകൾ കൂടി പരിഗണിച്ച് ആളുകൾക്ക് കായൽ സൗന്ദര്യം ആസ്വദിക്കാനുള്ള പാർക്ക് തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കുമെന്നും നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായിട്ടാകും കായൽ ടൂറിസം പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കുക. ഇതിനുള്ള വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സർവേ പൂർത്തിയായാൽ ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കും. നേരത്തെ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരം കായൽ പുറമ്പോക്ക് കണ്ടെത്തി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ നഗരസഭയുടെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഇതുവഴി 1 ഏക്കറോളം കായൽ പുറമ്പോക്ക് ഭൂമി കണ്ടെത്താനും കഴിഞ്ഞിരുന്നു. എന്നാൽ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദവും ബാഹ്യ ഇടപെടലും മൂലം ഈ സർവേ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭൂമിക്ക് ഉയർന്ന വില നിലവാരമുള്ള കരുനാഗപ്പള്ളി നഗരസഭയിൽ പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് സർക്കാർ പുറമ്പോക്ക് ഭൂമി ഇത്തരം പദ്ധതികൾക്കായി കണ്ടെത്താൻ അവസരം ലഭിച്ചത്. റവന്യൂ പുറമ്പോക്ക് സംബന്ധിച്ച സർവേ പുരോഗമിക്കുമ്പോൾ കൂടുതൽ ഭൂമി പദ്ധതികൾക്കായി വിട്ടുകിട്ടും എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. താലൂക്ക് സർവേയർമാരായ ആർ മനീഷ്, നിഷ ദിനമണി, ഷിജിൻ, നഗരസഭാ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.